എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് വന്നിരിക്കുന്ന ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഇതൊരു 9 മാസം പഴക്കമുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. 9 മാസമായിട്ടുണ്ട് ഈ വീഡിയോ. പക്ഷേ ഈ വീഡിയോയുടെ പഴക്കം നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ആദ്യം ഇദ്ദേഹം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഇദ്ദേഹം ആരോപണം എന്നല്ല പറയുന്നത്, ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന ഇദ്ദേഹത്തെ കൊണ്ട് ചെയ്യിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇദ്ദേഹം ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പുള്ളിക്കാരൻ സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ കിട്ടിയപ്പോഴത്തേക്ക് ഇത് ഒരുപാട് പേര് കണ്ട വീഡിയോ ആണ്, ലക്ഷങ്ങൾ കണ്ട വീഡിയോ ആണ് ഈ വീഡിയോ. 9 മാസമായി. അപ്പോൾ എനിക്ക് തോന്നി ഇത് ഒന്ന് സത്യസന്ധമാണെന്ന് എനിക്കറിയില്ല, എന്നാലും എനിക്കിതൊന്ന് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇതാരെയും ഒരു പാർട്ടിക്കാരെയും നാണം കെടുത്താൻ വേണ്ടിയിട്ടോ മറ്റൊന്നിനുമല്ല. ഇത് പബ്ലിക്കായിട്ടൊരു മനുഷ്യൻ വന്ന് തുറന്ന് പറയുന്നതല്ലേ. അപ്പോൾ പിന്നെ ഞാനായിട്ട് ഇത് പഠിച്ചിറക്കി വിടുന്നതൊന്നുമല്ല. അപ്പോൾ എന്തായാലും ആർക്കും എന്നോടൊരു വിരോധം തോന്നരുതെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് കേട്ട് വരാം. കൊണ്ടുപോയി മധുര മീനാക്ഷി ക്ഷേത്രം കാണാൻ. അതിന്റെ തലേ ദിവസം ഞങ്ങൾക്കൊരു പ്ലാനൊക്കെ തയ്യാറാക്കി. ആ ക്ഷേത്രത്തിന്റെ കംപ്ലീറ്റ് ഒരു സ്കെച്ച് അതായത് ഈ പുള്ളിക്കാരൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരനെ ചെറുപ്പത്തിൽ മധുര മീനാക്ഷി ക്ഷേത്രം കാണാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പോകുന്നതിന് മുമ്പ് പിന്നെ കംപ്ലീറ്റ് ആ ക്ഷേത്രത്തിനെ കുറിച്ചിട്ടൊക്കെ ഒരു സ്കെച്ച് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. വരച്ചിട്ട് അതിൽ ഏതൊക്കെ തലങ്ങളിൽ മുസ്ലിങ്ങളായ ആളുകൾ കട നടത്തുന്നുണ്ട് എന്ന് വ്യക്തമായി സ്കെച്ചിട്ടു. എന്നിട്ട് പരിപാടി. അപ്പോൾ ഇവരെ കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് ആ ക്ഷേത്ര പരിസരത്ത് ഏതൊക്കെ ആളുകൾ, അതായത് മുസ്ലിം വിഭാഗത്തിലുള്ള ആളുകൾ എവിടെയൊക്കെ കടകൾ നടത്തുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തമായിട്ട് സ്കെച്ച് ഇട്ടതിന് ശേഷമാണ്, അതിനെക്കുറിച്ചൊക്കെ ഇവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷമാണ് ഇവരെ കൊണ്ടുപോകാനായിട്ട് തുടങ്ങിയത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ആ സ്കെച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടാ പോയെ. എന്നിട്ട് നമ്മളിങ്ങനെ ഓരോ കടയുടെയും അടുത്ത് ഇങ്ങനെ ഒന്നുമില്ലാതെ പോലെ ഇങ്ങനെ നിന്നു. ദണ്ഡ ഇങ്ങനെ ഉണ്ട്, ദണ്ഡ ഇങ്ങനെ കയ്യിൽ ഇതാ ഇങ്ങനെ ആക്കി ഇങ്ങനെ നിന്നു. ഒരു ബിസിലടി, ആദ്യത്തെ ബിസിലടിയിൽ ദണ്ഡ പ്രയോഗിക്കുവാൻ വേണ്ടി ഈ കയ്യിലുള്ള ദണ്ഡ ഇങ്ങനെ ആക്കുക. ഒന്നാമത്തെ വിസിലടിച്ചു, നമ്മളെല്ലാവരും ഇങ്ങനെ ദണ്ഡ ഇങ്ങനെ ആക്കി. ആർക്കും ഒന്നും മനസ്സിലായില്ല. രണ്ടാമത്തെ വിസിലടിയിൽ വലത്തെ കയ്യിൽ ദണ്ഡ വന്നു. പിന്നെ അവിടെ എന്താ നടന്നതെന്ന് ഒരു തിരുപാടുമില്ല. ഞാൻ അടക്കമുള്ള ആളുകൾ അടിച്ചു. അതിൽ ഏറ്റവും പ്രായമുള്ളത് എന്റെ മുന്നിലിരിക്കുന്ന വളരെ പ്രായമുള്ള ഒരു വെള്ളത്തൊപ്പിയിട്ട ഒരു വൃദ്ധൻ കൈ ഇങ്ങനെ കൂപ്പി. ഞാൻ പക്ഷെ വിട്ടില്ല. ദണ്ഡ കൊണ്ടൊരു ഒറ്റയടി തലക്ക് ബോധം കെട്ടുപോയി. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഇവരെല്ലാവരും കൂടി ആ ഒരു മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് പോകുന്നതിന് മുമ്പ് വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയായിരുന്നു പോയിരുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഓരോരുത്തരും കടയ്ക്ക് മുന്നിലായിട്ട് നിന്നു. അതായത് മുസ്ലിങ്ങൾ കച്ചവടം ചെയ്യുന്ന കടയുടെ മുന്നിലായിട്ട് നിന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കയ്യിൽ ദണ്ഡ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ദണ്ഡ ഒരു പ്രത്യേക ശൈലിയിൽ ഇവർ വച്ചു. അതിനുശേഷം അവർ അത് മുന്നിൽ കാണുന്ന ആളിൻ്റെ ശിരസിൽ അടിക്കണം എന്നൊക്കെ ആയിരുന്നു ഇവർ പ്ലാൻ ചെയ്ത് വെച്ചുകൊണ്ട് പോയത്. അങ്ങനെ അത് പ്രകാരം മുന്നിൽ കണ്ട തൊപ്പി വെച്ച ഒരു പ്രായം ചെന്ന ഒരു വയസ്സനെ തല്ലാനായിട്ട് തുടങ്ങിയപ്പോൾ പുള്ളിക്കാരൻ 2 കൈയും തൊഴുത് നിന്നത്രേ തല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവർ വിട്ടില്ല, തലമണ്ട പുളക്കെ അടിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ നിമിഷം തന്നെ അദ്ദേഹം ബോധം കെട്ടു വീണു എന്നാണ് ഇയാൾ പറയുന്നത്. അവിടുത്തെ ഏതാണ്ട് 32 മുസ്ലിം കടകളും ഞാൻ അടക്കമുള്ള ആളുകൾ കവർച്ച നടത്തി. പോലീസുകാരെല്ലാവരും നോക്കി നിന്നു. ഒരാളും അനങ്ങിയില്ല. അദ്ദേഹം പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന 32-34 കടകളിൽ മുഴുവനും ഇയാളടക്കമുള്ള ആളുകൾ കവർച്ച നടത്തി. അപ്പോൾ ഒരാൾ പോലും അതിനെതിരെ ചലിച്ചില്ല എന്നാണ് പറയുന്നത്. പോലീസുകാർ പോലും മിണ്ടാണ്ട് നോക്കി നിന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതൊരിക്കലും മാപ്പർഹിക്കുന്ന ഒരു കാര്യമല്ല. കാരണം ഒരു പക്ഷേ ഇവർ അങ്ങനെ ചെയ്തു എന്നിരിക്കട്ടെ, സർക്കാർ ശമ്പളം പറ്റുന്ന പോലീസുകാർക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂട്ടു നിൽക്കുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. ജനങ്ങളുടെ ക്രമസമാധാന നില അത് തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ പോലീസുകാരെ നിയമിച്ചിട്ടുള്ളത്, തകരാറിലാക്കാതെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ ഇത്രയും വലിയൊരു അനീതി കണ്ടിട്ട് നോക്കി നിന്നു എന്ന് പറയുമ്പോൾ അത് തെറ്റ് തന്നെയാണ്. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. കാരണം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ പോലീസുകാർ മുൻകൈ എടുത്ത് നൽകിയില്ലെങ്കിൽ പിന്നെ ആരാണ് അതൊക്കെ നൽകുക? മോളെ
അതൊന്ന് ഓഫാക്ക്. ഞങ്ങള് മധുര മീനാക്ഷി ക്ഷേത്രം ദർശനവും നടത്തിയില്ല. ഞങ്ങൾ ഈ പരിപാടി കഴിഞ്ഞു, അടുത്ത വണ്ടിയിൽ ഞങ്ങൾ ക്യാമ്പിലേക്ക് തിരിച്ചു വന്നു. ഇതാണ് RSS. ഇങ്ങനെ പറയുന്നത് അങ്ങനെ പോയിട്ട് അവിടെ ഇവർ ക്ഷേത്രത്തിൽ കയറിയതുമില്ല, ക്ഷേത്രത്തിൽ ദർശനം നടത്തിയില്ല. അവർ അവിടുത്തെ കവർച്ചയൊക്കെ നടത്തി അവിടെ ആകെ അലുമ്പ് ഉണ്ടാക്കിയതിന് ശേഷം ക്യാമ്പിൽ തന്നെ തിരിച്ചു വന്നു. ഇതാണ് RSS എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഞാനല്ല കേട്ടോ പറയുന്നത്, ഇദ്ദേഹമാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ എന്നോട് പറയരുത്, ഒരിക്കലും പറയരുത്. ഇദ്ദേഹമാണ് പറയുന്നത്. കാണിച്ചു തരാം, ഇദ്ദേഹത്തോട് പറഞ്ഞാൽ മതി കേട്ടോ. വ്യക്തമായ പാഠ്യപദ്ധതിയുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ അടുത്തുണ്ട് പാഠ്യപദ്ധതി. RSSന്റെ പാഠ്യപദ്ധതി എന്റെ അടുത്തുണ്ട്, ഞാൻ തരാം. അതിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതിൽ 18 നിർദ്ദേശങ്ങളുണ്ട്. ആ 18 നിർദ്ദേശങ്ങളിൽ ഒന്നാമത്തെ നിർദ്ദേശം എന്താണെന്നറിയാം? ഒന്നാമത്തെ നിർദ്ദേശം, എതിരാളിക്ക് അവസരം കൊടുക്കാതെ അങ്ങോട്ട് ആക്രമിക്കുക. ഇങ്ങനെ പറയുന്നത് RSSന് കൃത്യമായിട്ടുള്ള പാഠ്യപദ്ധതിയുണ്ട്. അതിലൊരെണ്ണമാണ് എതിരാളിക്ക് അവസരം കൊടുക്കാതെ അങ്ങോട്ട് കയറി ആക്രമിക്കുക എന്നാണ് ഇങ്ങേര് പറയുന്നത്. ഭരണത്തിന്റെ അവസ്ഥ, ഏതെങ്കിലും ഒരു നല്ല പ്രവൃത്തി RSSകാരനായ നരേന്ദ്രമോദി ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറയാനൊക്കെ പറ്റും. പറയാൻ പറ്റാത്തത് എന്ത്? എത്രയോ നല്ല പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. മോശം പ്രവൃത്തി ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അദ്ദേഹം ഒരുപാട് നല്ല പ്രവൃത്തികളും ചെയ്തിട്ടുണ്ട്. അതിന് കുറേ പേര് വന്നിട്ട് ഇനി അതൊക്കെ എന്തൊക്കെയാണെന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കുമായിരിക്കും. ഞാൻ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് ചോദിക്കായിരിക്കും, നരേന്ദ്രമോദി എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുന്നവരടുത്ത് എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണ്. നിങ്ങൾ ഗൂഗിളിൽ കയറുക, സെർച്ച് ചെയ്ത് നോക്കുക, PM മോദി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. നിങ്ങൾ യൂട്യൂബിൽ കയറിയിട്ട് കാര്യമില്ല. പിന്നെ നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് സെർച്ച് ചെയ്ത് നോക്കുക. പ്രധാനമന്ത്രി അധികാരത്തിലേറ്റിട്ട് ഇതുവരെ അങ്ങേര് ചെയ്തിട്ടുള്ള ഓരോരോ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഓരോരോ പദ്ധതികൾ എന്തൊക്കെയാണ് എന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്നോട് ചോദിക്കാനായിട്ട് നിൽക്കണ്ടാരും. എനിക്കത് പറയാനുള്ള സമയമൊന്നുമില്ല. അതിന് റീപ്ലൈ തരാനുള്ള സമയം എനിക്ക് തീരെയില്ല. ലോകത്തെല്ലാ രാജ്യത്തെല്ലായിടത്തും കക്കൂസ് ഉണ്ടായി കൊടുത്തു. ഭക്ഷണം കൊടുക്കാതെ കക്കൂസ് മാത്രം ഉണ്ടായി കൊടുത്തിട്ട് എന്താ കാര്യം? ആരാണ് RSS? എന്താണ് RSS? നേരത്തെ പറഞ്ഞല്ലോ, 25 വർഷക്കാലം, 5 വയസ്സ് മുതലേ തുടങ്ങിയതാണ് എന്റെ RSSന്റെ ജീവിതം. ഇത് പറയുമ്പോ ഇദ്ദേഹം പറയുന്നത് 5 വയസ്സ് തൊട്ടേ ഇദ്ദേഹം RSSൽ പ്രവർത്തിക്കാൻ പോയി എന്നാണ് പറയുന്നത്. 5 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു കുട്ടി 1-ാം ക്ലാസ്സിൽ പോലും പഠിക്കുന്ന പ്രായം ആവുന്നില്ല ശരിക്കും പറയുകയാണെങ്കിൽ. അല്ലെങ്കിൽ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പണ്ട് കാലത്തുള്ള കുട്ടികളൊക്കെ 5 വയസ്സ് വരെ അമ്മയുടെ പാല് വരെ 5 വയസ്സ് വരെയൊക്കെ കുടിക്കുന്നു കേട്ടിട്ടുണ്ട് ഞാൻ. എന്തായാലും ഇദ്ദേഹം 5 വയസ്സ് മുതൽ RSSലാണ് പഠിക്കുന്നതെന്ന് പറയുന്നു. ചിലപ്പോൾ ആയിരിക്കും, നമുക്കറിയില്ലല്ലോ. എല്ലാവരും കരുതും ഈ ആസാദി നൈറ്റ് കൊണ്ട് നരേന്ദ്രമോദിയും അമിത്ഷയും ഒക്കെ നന്നാവും. അവർക്കൊക്കെ മതനിരപേക്ഷത ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ അത് വെറുമൊരു കരുതൽ മാത്രമാണ്. ഈ ഒരു ആസാദി നൈറ്റ് കൊണ്ടൊന്നും നരേന്ദ്രമോദിക്കും അമിത്ഷയ്ക്കും മനസ്സ് മാറില്ല. 5 വയസ്സ് മുതലേ ഞാൻ കണ്ട കൊടി എന്ന് പറയുന്നത് കാവി കൊടിയാണ്. ഞാൻ 5-ാം ക്ലാസ്സിൽ വരെ ഒരു സ്കൂളിലാണ് പഠിച്ചത്. 6-ാം ക്ലാസ് ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ ചേർന്നപ്പോ RSSന്റെ 1-ാമത്തെ ട്രെയിനിങ് കഴിഞ്ഞു. 1-ാമത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് ഞാൻ 6-ാം ക്ലാസ്സിൽ മറ്റൊരു സ്കൂളിൽ ചേരുന്നത്, ഒരു ഗവൺമെന്റ് സ്കൂളാണ്. അവിടെ ചേർന്നപ്പോ ആ ക്ലാസ്സിൽ ഒരു വെള്ളത്തൊപ്പി വെച്ച ഒരു കുട്ടി, ഞാൻ ആദ്യമായിട്ടാണ് ഈ വെള്ളത്തൊപ്പി വെച്ച കുട്ടിയെ കാണുന്നത്. കാരണം 5-ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിൽ ഇല്ല, അതെന്റെ നാട്ടിലാണ്. ഇവനെ കണ്ടപ്പോ തന്നെ ശാഖയിൽ നിന്ന് പഠിപ്പിച്ച പല കാര്യങ്ങളും ഓർമ്മ വന്നു. കാരണം ഇവരെന്താ പാകിസ്ഥാൻ ചാരന്മാരാണ്. എന്റെ അടിമുടി ഇവനോടുള്ള ദേഷ്യമാണ്. ഇവൻ എന്റെ അടുത്ത് തന്നെ ഇരിക്കണം. ഞാൻ മാറി ഇരുന്നു, ഇവൻ എന്റെ അടുത്ത് തന്നെ ഇരിക്കും. ഇവരെ കാണുമ്പോ എനിക്കൊരു വല്ലാത്തൊരു ഭാവം, പിടിക്കുന്നില്ല. കാരണം ഇതാണ് ശാഖയിൽ പഠിപ്പിച്ചത്. അവസാനം ഞാൻ ശാഖയിൽ പോയി അന്നത്തെ മുഖ്യ ശിക്ഷകൻ ജയേട്ടനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു വിഷയമുണ്ട്, ഫൈസൽ എന്റെ അടുത്ത് തന്നെ ഇരിക്കുന്നു, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ജയേട്ടൻ ഇപ്പൊ ജയിലിലാണ്.
സ്വാതന്ത്ര്യ സമരത്തിന് ജയിലിൽ പോയതൊന്നുമല്ല, 2 സഹാക്കളെ കൊന്നതിൽ ജയിലിൽ പോയത്. ജയേട്ടൻ പറഞ്ഞു, നീ എന്തിനാ നീ യുദ്ധം പഠിച്ചത്, നീ എന്തിനാ ചുരിക പഠിച്ചത്, നീ എന്തിനാ വാൾ ഉപയോഗിക്കാൻ പഠിച്ചത്, നീ എന്തിനാ ദണ്ഡ് ഉപയോഗിക്കാൻ പഠിച്ചത്? പ്രയോഗിച്ചോളൂ, സംഘം നിന്റെ കൂടെ ഉണ്ട്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ കൂടെയാണോ ഇങ്ങനെ പറയുന്നത്? ഇതിനേക്കാൾ വലിയ സംഖ്യ വല്യച്ഛൻ പറഞ്ഞു, ഒന്നിക്കിൽ നീ കോമ്പസ് കൊണ്ട് കുത്തുക, അല്ലെങ്കിൽ പ്ലേറ്റ് വെച്ച് മുഖത്തടിക്കുക. ഞാൻ പിറ്റേ ദിവസം സ്കൂളിൽ പോയി. ഇന്നും ഫൈസലുണ്ട്. ഇന്ന് എന്റെ ഏറ്റവും നല്ല സുഹൃത്താ ഫൈസൽ. ഫൈസൽ എന്റെ അടുത്ത് തന്നെ ഇരുന്നു. ഞാൻ ഒന്നും നോക്കിയില്ല. എന്റെ ബാഗിൽ നിന്ന് പ്ലേറ്റ് എടുത്ത് ഫൈസലിനെ ഒരു മുഖത്തൊരൊറ്റ അടിയം കടിച്ചു. 2 പല്ല് പുറത്തേക്ക് പോയി. 2 ദിവസം സസ്പെൻഷൻ. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സ്വയം സേവകനായ ദൈനംദിന ശാഖയിൽ പങ്കെടുക്കുന്ന എനിക്ക് ഫൈസൽ എന്ന് പറയുന്ന ഒരു ഇസ്ലാം മതവിശ്വാസിയോട്, ഒരു ഇസ്ലാം നാമധാരിയോട് തോന്നിയ വികാരം ഇതാണെങ്കിൽ 65 വയസ്സായ നരേന്ദ്രമോദിക്കും അമിത്ഷയ്ക്കും തോന്നുന്ന വികാരം എന്തായിരിക്കുമെന്ന് കാണാൻ നമ്മൾ ആരെങ്കിലും കോളേജിൽ പഠിക്കണോ? ചിന്തിക്കണം. എങ്ങനെയാ ഒരു സ്വയം സേവകന്റെ ദിവസം ആരംഭിക്കുന്നത്? എങ്ങനെയാ? ഞാനും ഇവിടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു പ്രചാരകൻ കൂടി ഇവിടെ വന്നിട്ടുണ്ട്. ജന്മഭൂമിയുടെ ദീർഘകാലം സബ് എഡിറ്റർ ആയിരുന്നു സുബഹ്. അദ്ദേഹം 15 വർഷം RSSന്റെ പ്രചാരകനായി. നരേന്ദ്രമോദിയും അമിത്ഷയും രാഷ്ട്രപതിയും കോവിന്ദും എല്ലാം എല്ലാ ദിവസവും ആരംഭിക്കുന്നത് എങ്ങനെയാ? നമ്മളൊക്കെ ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാർ എന്ന RSS സ്ഥാപകന്റെയും ഭാരതാംബയുടെയും ഗുരുജി ഗോൾവൽക്കറുടെയും ഫോട്ടോന്റെ മുന്നിൽ ഒരു ചെറിയൊരു ദീപം കൊളുത്തും. എല്ലാ ദിവസവും നരേന്ദ്രമോദി ഇത് ചെയ്യാറുണ്ട്. ഒരു ചെറിയൊരു ദീപം കൊളുത്തി രാവിലെ 5 മണിക്ക് പത്മാസനത്തിൽ ഇരുന്ന് എല്ലാ സ്വയം സേവകനും ചൊല്ലുന്ന ഒരു ശ്ലോകമുണ്ട്. ആ ശ്ലോകം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: നീലാബ്ദി ബീജി പരിസേവിത പുണ്യഭൂമി ശൈലാദിരാജ പരിശോഭിത ദേവഭൂമി, ഈ ഹിന്ദുഭൂമി ഭുവനത്രയ പൂജയായി തീരാഞ്ജപിക്ക പരിപാവന സംഘമന്ത്രം. എന്താ ഇതിന്റെ അർത്ഥം? ഈ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാകുവാൻ നിങ്ങൾ ശാഖയിലേക്ക് വരിക. എന്താണ് ഹിന്ദുരാഷ്ട്രം? RSSന്റെ ഹിന്ദുരാഷ്ട്രം എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തി ഹിന്ദുരാഷ്ട്രമാണോ? അല്ല. RSSന്റെ ഹിന്ദുരാഷ്ട്രം എന്ന് പറഞ്ഞാൽ മാധവ സദാശിവ ഗോൾവൽക്കർ എന്ന് പറയുന്ന 2ാമത്തെ സർസംഘചാലക എഴുതിയ വിചാരധാരയിൽ പറയുന്നു, ഈ രാജ്യം ഒരു ഹിന്ദുരാഷ്ട്രമാകുവാൻ 3 ശത്രുക്കളെ ഈ രാജ്യത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യണം. അതിൽ 1ാമത്തെ ശത്രു മുസ്ലിം, 2ാമത്തെ ശത്രു ക്രിസ്ത്യൻ, 3ാമത്തെ ശത്രു കമ്മ്യൂണിസ്റ്റ്. ഇതാണ് ഹിന്ദുരാഷ്ട്രം. ആ ഹിന്ദുരാഷ്ട്രമാകുവാൻ നിങ്ങൾ എന്ത് വേണം? ശാഖയിലേക്ക് വരണം. ഇനി അടുത്ത വരി എന്താ? ഇദ്ദേഹത്തിൻ്റെ പേര് സുധീഷ് മിന്നി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് കേട്ടോ. കമൻറ്റ് ബോക്സിലൊക്കെ ഉണ്ട് സുധീഷ് മിന്നി എന്നാണ്. ഈ പറഞ്ഞതൊന്നും എൻ്റെ വാക്കുകളൊന്നും അല്ല, ഇതെല്ലാം സുധീഷ് മിന്നി പറഞ്ഞതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ ഇതിൻ്റെ പേരിൽ ആർക്കും എന്നോട് വിരോധമൊന്നും തോന്നണ്ട. ഞാനിതിൽ നിരപരാധിയാണ്. ഞാനിതിലൊന്നും ചെയ്തതല്ല. ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് എടുക്കണമെന്ന് തോന്നി. കാരണം ലക്ഷങ്ങൾ കണ്ട വീഡിയോ ആണ്. ലക്ഷങ്ങൾ കണ്ട വീഡിയോ കേട്ടോ ഇത്. എന്ത് തന്നെയാണെങ്കിലും നല്ല വിഷമം തോന്നി കേട്ടപ്പോഴത്തേക്ക്. ഇങ്ങനെയൊക്കെ കേട്ടപ്പോൾ നല്ല വിഷമം തോന്നി കേട്ടോ. എന്തായാലും നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തോളൂ.